ദിവസം ഞാൻ നല്ല ടയർ അടിച്ചു. അത് മേടിച്ചത് എനിക്ക് നല്ലൊരു ഫ്ലോപ്പ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞു കണ്ണ് നീറുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ബെറ്റർ റിസൾട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റത്തെ. എനിക്ക് നല്ല ടാൻ മാറിയിരുന്നു. നല്ല ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു പുതിയൊരു വീഡിയോ ആണ്, അതായത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂവിന്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതും എത്തിഗ്ലോ എന്ന് പറയുന്ന ഒരു ഫാർമസി പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾ കുറെ പേര് ആ ഒരു പേരുമായിട്ട് അത്യാവശ്യം സുപരിചിതമായിരിക്കും. അതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു റിവ്യൂ ആണ്. ഞാൻ ഇതൊരു 1 ഇയറിന്റെ അടുത്തോളം, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 9 മാസത്തോളം ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. ഞാൻ പ്രൊഡക്റ്റിന്റെ കയ്യിലുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോ സെക്കൻഡ് ബോട്ടിലാണ്. ഇത് തീർന്നു. ഇനി ഒരു മാക്സിമം പോയ 1 വീക്ക് തികച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല. ഈ പ്രൊഡക്റ്റ് ഈ ഒരു ബോട്ടിലും തീർന്നു. ഇനി എനിക്ക് ഒരു ബോട്ടിലും കൂടി മേടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതിന്റെ കുറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, ഒരു ഇത്തിരി നെഗറ്റീവ് കാര്യങ്ങളും കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് പറഞ്ഞ പോലെ ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം നല്ല റിവ്യൂസ്, നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടിട്ട്, നല്ല പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് മേടിച്ചതാണ് ഞാൻ. അത്യാവശ്യം വില, അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാമിന്റെ ബോട്ടിലിന് 250 ആ ഒരു റേഞ്ചിലൊക്കെ വില ഉണ്ട് ഇതിന്. അപ്പൊ ഞാൻ മേടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ 2 വട്ടം മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആർക്കെങ്കിലും ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഞാനിപ്പോ 2ാമത്തെ ബോട്ടിലാന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 5 മാസത്തോളം നിന്നുട്ടോ. കാരണം ഞാൻ 2 നേരത്താണ് പ്രോപ്പറായിട്ട് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യുക. അതായത് രാവിലെയും രാത്രി കിടക്കുന്നതിന്റെ മുന്നേ. അതിന്റെ ഇടയിലൊക്കെ ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ നല്ലത്. പിന്നെ പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകുന്നല്ലാതെ അത്ര ഞാൻ 2 നേരമാണ് കൂടുതലും ഞാൻ മുഖം ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് പ്രോപ്പറായിട്ട് കഴുകാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു 5 മാസത്തോളം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റത്തെ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് എന്ന് വെച്ചാൽ പ്യുവർ വൈറ്റ് കളറിൽ ഒരു പിങ്ക്, നമുക്ക് സ്ക്രബ് പോലെയൊക്കെ ഫീൽ ചെയ്യും, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി എടുത്താൽ മതി. നമുക്കൊരു തുള്ളി നനഞ്ഞ കയ്യിൽ ഒരു തുള്ളി എടുത്തിട്ട് നന്നായി നമുക്കത് ഫോം ചെയ്തിട്ട് നമുക്ക് എന്നുവെച്ചാൽ പതപ്പിച്ചിട്ട് നമുക്ക് മുഖത്ത് തേച്ചാൽ അത്യാവശ്യം നല്ല ഡേർട്ടും നല്ല ചളി ക്ലൻസിയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഫേസ്. പക്ഷെ ഇപ്പോഴത്തെ ബോട്ടിലിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാണാൻ പറ്റുമോ എനിക്ക് അറിയില്ല. പച്ചവെള്ളമില്ലേ, നമുക്ക് ഒരു കളറില്ല, ട്രാൻസ്പെറന്റ് ആണ് ഇതിന്റെ കളർ. അതായത് ജസ്റ്റ് ഒരു കാണാണ്ടാ, ജസ്റ്റ് ഒരു നല്ല ഒഴുകി പോണ ടൈപ്പ് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അതുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇതിന്റെ കൺസിസ്റ്റൻസി രണ്ടും നല്ല കൺസിസ്റ്റൻസി അല്ല, രണ്ടിന്റെയും ഫോർമാറ്റ് നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ആദ്യത്തെ ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി നല്ല. ഒരു തുള്ളി എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം മുഖം കഴുകാനായിരുന്നു. കാരണം എനിക്ക് ആ ബോട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ ഒരു തുള്ളി വെച്ചിട്ട് വരെ ഞാൻ എൻ്റെ മുഖം കഴുകിയിട്ടുണ്ടായിരുന്നു. അത്ര ഞാൻ ആ ബോട്ടിൽ അങ്ങനെ മുറിച്ചിട്ട് വരെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ബോട്ടില്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരാൻ നമുക്ക് കുറെ എടുക്കണം മുഖം ഒന്ന് കഴുകണമെങ്കിൽ. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇപ്പോഴത്തെ 2ാമത്തെ ബോട്ടിലിൻ്റെത് എന്തോ പുതിയ ടൈപ്പാണ്. ഫസ്റ്റത്തെ മോഡലിന് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ പുതിയത് ഇറങ്ങുന്ന പ്രൊഡക്റ്റിന്റെ ഇത് വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല മാറ്റം തോന്നാൻ കാരണം, ഞാൻ ആദ്യത്തെ ഒരു 4.5 മാസത്തോളം ഞാൻ ആ ഫസ്റ്റ് ബോട്ടിലിന്റെ തീരാതെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 15 ഒരു അരമാസത്തിൽ കൂടുതൽ ഞാനൊരു ഇത്തിരി യൂസ് ചെയ്യാതിരുന്നത്. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന്റെ എന്താ പറയാ എഫക്റ്റ് മനസ്സിലായത്. അതായത് ആ ഒരു കുറച്ചൊരു 10-20 ദിവസം ഞാൻ നല്ല ടയർ അടിച്ചു. എന്നുവെച്ചാൽ ഞാൻ ആ സമയത്താണ് ഞാൻ ഈ അരിപ്പൊടിയൊക്കെ കലക്കി തേക്കാൻ തുടങ്ങിയത്. ആ തേച്ച ആ പിറ്റത്തെ ഒരൊറ്റ ദിവസത്തിന് നല്ല ഗ്ലോ ഉണ്ടാവും എന്നല്ലാതെ പിന്നെയും ടാൻ അടിക്കും അങ്ങനെ. പക്ഷെ ഇത് തേച്ചിരുന്ന സമയത്തേക്ക് നല്ല ടാൻ മാറിയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടാൻ വരാറുണ്ടെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ഇത് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിരുന്ന സമയത്ത്. അങ്ങനെയാണ് ഞാൻ അത് 2ാമത് മേടിക്കുക എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിയത്. 2ാമത് മേടിച്ചത് എനിക്ക് നല്ലൊരു ഫ്ലോപ്പ് ആയിട്ടാണ് തോന്നിയത്. കാരണം എനിക്കിത് അത്ര ടാൻ മാറുന്നതായിട്ട് തോന്നിയില്ല. ഇത് തേക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പോൾ മറ്റേ ടാൻ റിമൂവൽ പാക്കുകൾ വേറെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എനിക്ക് ഈ 2ാമത്തെ ബോട്ടില് ഇതെന്തോ മാറ്റം ഉണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു. ഡിസ്ക്രിപ്ഷനിലൊക്കെ പുതിയ ബോട്ടിലാണ്, പുതിയ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആണ് എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് പഴയ പ്രൊഡക്റ്റ് ആയിരുന്നു ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഫാർമസിയിലൊക്കെ പോയാൽ ചിലപ്പോൾ പഴയ തന്നെയും കിട്ടുന്നുണ്ടാവും, അതെനിക്കറിയില്ല. നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് മേടിക്കുക. ഞാൻ പണ്ട് മേടിച്ചിരുന്നതിന്റെ ലിങ്ക് തന്നെ ഞാൻ പരമാവധി കൊടുക്കാൻ ശ്രമിക്കും. അതിന് കിട്ടുമോ എനിക്കറിയില്ല. ഞാൻ ഒരു വട്ടം കൂടി മേടിച്ച് നോക്കും. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു കണ്ണ് നീറുന്നൊരു പ്രശ്നമുണ്ട്. ഈ ഇപ്പം 2ാമത് മേടിച്ചത് കേട്ടോ. എന്നുവെച്ചാൽ മുഖം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നന്നായി കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല വാഷ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു 10 വട്ടമെങ്കിലും നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നാൽ കണ്ണ് നീറും, നല്ല നീറുന്നുണ്ട്. പക്ഷെ ഫസ്റ്റത്തേന് അങ്ങനത്തെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ബെറ്റർ റിസൾട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റത്തെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ മേടിച്ചിട്ട് ഞാൻ ഏകദേശം
ഏകദേശം ഒരു 2-2.5 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ ബോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ 3 മാസത്തിന്റെ അടുത്തുണ്ടാവും. ഈ ബോട്ടിൽ തീരാറായി. പറയുമ്പോൾ ഇത് 100 ഗ്രാമിന്റെ, കഴിഞ്ഞ ബോട്ടിൽ 100 ഗ്രാമിന്റെയാണ്, ഇതും 100 ഗ്രാമിന്റെ തന്നെയാണ്. പക്ഷെ ഇത് തീരാറായി. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അത് കുറച്ച് ഞാൻ പറഞ്ഞില്ല, ഇത് കുറേ എടുക്കണം. കുറേ എടുത്താലേ എനിക്ക് മുഖം മൊത്തം കഴുകാനുള്ള അത്രയും പതിയും വരുള്ളൂ, ഫോമും വരുള്ളൂ, ഇത് കഴുകി തീരുള്ളൂ. പിന്നെ ഇത് മേടിക്കാൻ ആഗ്രഹമുള്ളവരെ ഞാൻ പറയുള്ളൂ, മേടിച്ചോ എന്ന് തന്നെ പറയുള്ളൂ. ബിക്കോസ് നല്ല ടാനൊക്കെ നല്ല മാറ്റുന്നുണ്ട് ഇതിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. അതായത് ഇത് ഇപ്പൊ മാറി വന്നതിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. അല്ലാത്ത ഒറിജിനൽ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഡീടാനിങ് തന്നെയാണ്. അത്യാവശ്യം നമ്മളെ സ്കിൻ ഫെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് ഇത്രയൊക്കെയാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ റിവ്യൂ ആയിട്ട് പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇതിലും നല്ല ഫേസ് വാഷുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഫാർമസി പ്രോഡക്റ്റ് തന്നെ ഇതിലും നല്ല ഫേസ് വാഷുകളുണ്ട്. നിങ്ങൾക്ക് നല്ല ഫേസ് വാഷ് ഏതെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഞാനത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ റീൽസിലും യൂട്യൂബിലൊക്കെ റിവ്യൂ കണ്ട് മേടിച്ചതാണ്. മേ ബി ഞാനൊരു വട്ടം കൂടി മേടിച്ചിട്ട് എനിക്ക് വലിയ റിസൾട്ട് ഒന്നും ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ബോട്ടിൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായത്. ഇത് എനിക്ക് അത്ര ഇപ്പൊ മേടിച്ചത് എനിക്ക് അത്ര റിസൾട്ട് ഒന്നുമില്ല. അപ്പൊ ഇനി അടുത്തത് മേടിക്കുന്നതും അത്ര ഫ്ലോപ്പ് ആണെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത് നിർത്തും. അപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് എൻകറേജ് ചെയ്യൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പ്രൊഡക്റ്റും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.